123 ടെസ്റ്റ് മത്സരങ്ങൾ 9230 റൺസ് 30 ടെസ്റ്റ് സെഞ്ചുറികൾ 31 അർദ്ധ സെഞ്ചുറികൾ 7 ഇരട്ട സെഞ്ചുറി നായകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിജയം ഇന്ത്യക്ക് സമ്മാനിച്ച താരം നായകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി സ്വന്തമാക്കിയ താരം ഇതൊക്കെ പോരെ വിരാട് കോഹ്ലി എന്ന താരത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നെന്നും ഓർത്തിരിക്കാൻ. ഈ താരത്തിന്റെ പേര് പറയുമ്പോൾ മറ്റൊരു താരത്തിന്റെ കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 114 മത്സരങ്ങൾ 8765 റൺസ് 22 സെഞ്ചുറി 41 അർദ്ധ സെഞ്ചുറികൾ. അതെ, വിരാട് കോഹ്ലിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിൽ ഒരാളായ AB de വില്ലിയർസിന്റെ കണക്കുകളാണിത്. രണ്ട് രാജ്യങ്ങളിൽപ്പെട്ട താരങ്ങളാണെങ്കിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ റോയൽ ചാലഞ്ചേഴ്സിനായുള്ള മികച്ച ഭരണത്തിലൂടെ എന്നെന്നും ഏറ്റവും മികച്ച കൂട്ടുകാരായി മാറിയ ആളുകളാണ് ഇരുവരും. ഈ താരങ്ങളുടെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. ഈ സ്റ്റാറ്റ്സിൽ നിന്നെല്ലാം ഇരുവർക്കും 10,000 റൺസ് നേടാൻ വലിയ ദൂരമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എന്തായാലും ആ ദൂരവും ആ കണക്കുമൊന്നും ഇരുവരും കാര്യമായി എടുത്തില്ല. ടെസ്റ്റ് ക്രിക്കറ്റ് തങ്ങളുടെ ഏറ്റവും മികച്ച സമയത്ത് തന്നെ ഇരുവരും പാടി നിർത്തി. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയുന്നത് പോലെ വിരാട് കോഹ്ലി തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ കുറിച്ചത് ഇതാണ് ശരിയായ സമയം. എന്തായാലും ഇരു താരങ്ങളും 10,000 റൺസ് നേടിയിട്ട് വിരമിച്ചാൽ മതിയായിരുന്നു എന്നാണ് വിരാട് കോഹ്ലിയുടെ വിരമിക്കലിന് തൊട്ടു പിന്നാലെ ആരാധകർ ചില പറയുന്ന അഭിപ്രായം.